ഒരു നിഗൂഢമായ കാട്ടിനുള്ളിൽ 3 വീടുകളാണ് കാണിക്കുന്നത് ഈ കഥയിലാദ്യം. ആ കാട്ടിനുള്ളിൽ ഈ 3 വീടുകളാണ് ആദ്യം കാണിക്കുന്നത്. ഇതിലൊരെണ്ണം നിഗൂഢമായൊരു വീടാണ്, ഒരു ദുഷിച്ച വീട്. ഈ ദുഷിച്ച വീട് കാണിച്ചുകൊണ്ടാണ് ഈ കഥയുടെ പേര് പറയുന്നത്. 2 വീടിനെയും കണ്ണീരിലാക്കിയ സൈക്കോ പ്രേതം. ഈ നിഗൂഢമായ കാട്ടിനുള്ളിൽ ഒരു കാറ് വരുന്നു. ആ കാറ് മുന്നിലോട്ട് ആ 3 വീടിൻ്റെ അടുത്തേക്ക് പോകുന്നു. ആ കാറിനുള്ളിൽ നിന്നും 3 പേർ വരുന്നു. അവർ ഒരു സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്നു. അത് കണ്ട് 3 വീട്ടുകളിൽ നിന്നും ഒരു വീട്ടിൽ നിന്നും ഒരു പ്രായമായ 2 പേർ വരുന്നു. 2 പേർ അവരെ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അവർ പെട്ടെന്ന് ചോദിച്ചു, "നിങ്ങൾ ഇത്ര നേരത്തെ എത്തിയോ?" എന്ന് ചോദിച്ചു. ആ കാറിൽ നിന്നും 3 പേർ ഇറങ്ങി വന്നു. അച്ഛൻ, അമ്മ, ഒരു ചെറിയ പെൺകുട്ടി. ആ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് ഓടി തൻ്റെ മുത്തശ്ശിയെയും മുത്തശ്ശൻ്റെയും അടുത്തേക്ക് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. ആ കുട്ടിയുടെ പേര് ടീന എന്നാണ്. ആ കുട്ടിക്ക് 10-12 വയസ്സ് കാണും. ആ കുട്ടിക്ക് ഒരു കൂട്ടുകാരിയും കൂടെ ഉണ്ട്. ആ കുട്ടി കുറേ വർഷത്തിന് ശേഷമാണ് ഇവിടേക്ക് വന്നത്. തൻ്റെ കൂട്ടുകാരിയെ ചെന്ന് കെട്ടിപ്പിടിച്ചു. ടീനയുടെ കൂട്ടുകാരിയുടെ പേരാണ് ഡെയ്സി. ഡെയ്സിയുടെ അടുത്ത് ചോദിച്ചു, "ടീന, നീ നിൻ്റെ വീടൊന്ന് പരിചയപ്പെടുത്തി തരുമെന്ന് ചോദിച്ചു. ഡെയ്സിക്കും ടീനയുടെ പ്രായമായിരുന്നു. ഡെയ്സി അവളുടെ വീട് പരിചയപ്പെടുത്താൻ വേണ്ടി വീടിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. ഡെയ്സിക്കും ഗ്രാൻഡ് പാരൻസ് ഉണ്ടായിരുന്നു. അവളും ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അവളെ പാരൻസ് കുറച്ച് ദൂരെ പോയിരിക്കുന്നു. അവൾ അവളുടെ ഗ്രാൻഡ് പാരൻസിനെ ടീനയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവൾ ഗ്രാൻഡ് പാരൻസിൻ്റെ പേര് പറഞ്ഞു. ഡെയ്സി അവളുടെ ഗ്രാൻഡ് പാരൻസിനോട് പറഞ്ഞു, "ഇതാണ് ടീന, എൻ്റെ പണ്ടത്തെ കൂട്ടുകാരി." അപ്പോൾ ടീന ഡെയ്സിയുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ പേര് ചോദിച്ചു. ഒരാളുടെ പേര് ജോസഫ് എന്നും ഒരാളുടെ പേര് മേരി എന്നുമാണ്. ഡെയ്സിയുടെ അടുത്ത് ടീന പറഞ്ഞു, "എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ പേര് ഞാൻ പറയട്ടെ." ഗ്രാൻഡ് പാരൻസിൻ്റെ പേര്, ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് ജോൺ എന്നും ഗ്രാൻഡ് മദറിൻ്റെ പേര് റോസ് എന്നുമാണ്. എൻ്റെ അച്ഛൻ്റെ പേര് തോമസ് എന്നും എൻ്റെ അമ്മയുടെ പേര് ലിസ എന്നുമാണ് എന്ന് ടീന പറഞ്ഞു. ഡെയ്സി ടീനയോട് ചോദിച്ചു, "നീ എൻ്റെ വീട്ടിൽ ലുഡോ കളിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ടീന പറഞ്ഞു, "ഞാൻ വരുന്നുണ്ട്, നമുക്ക് പോവാം." ഓടിപ്പോയവർ. അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം വെളിയിൽ നിന്നൊരൊച്ച കേട്ടു. ഒരു പേടിപ്പെടുത്തുന്ന ഒച്ച. അവർ ഭയന്നു പോയി. അവർ ഡെയ്സിയുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ റൂമിലേക്ക് ഓടിപ്പോയി. ആ ഒച്ച കേട്ട് പേടിച്ച് ഓടിയതിനു ശേഷം അവർ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ ശബ്ദം നിന്നു. അവർ വെളിയിലേക്ക് ഓടിച്ചെന്നു. അവർ ഓടി ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടി നോക്കിയപ്പോൾ അതൊരു ദുഷിച്ച വീടായിരുന്നു. ആ വീട് കണ്ടവർ പേടിച്ച് അവരുടെ വീട്ടിലേക്ക് ഓടി. ടീനയുടെ വീട്ടിൽ പോയി. ഡെയ്സിയുടെ വീട്ടിലോട്ട് പോയി. രാവിലെയായി. അവർ ചർച്ചിലോട്ട് പോവാൻ റെഡിയായി. അവർ ചർച്ചിലേക്ക് എത്തിയതിനു ശേഷം ചർച്ച് ഫാദറിനെ കണ്ടു. ആ 2 കുട്ടികളും നടന്ന സംഭവങ്ങൾ പറഞ്ഞു.